നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ ഒരൊറ്റ കാര്യത്തിലാണ് എല്ലാവർക്കും യോജിപ്പ്. മേയർ ആര്യ രാജേന്ദ്രൻ അറുപരാജയം. മേയറുടെ പെരുമാറ്റം ജില്ലയിലെ പാർട്ടി വോട്ട് കുറച്ചുവെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇക്കുറി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള മുഖ്യ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ തന്നിഷ്ടവും ധാർഷ്ട്യവുമാണ് എന്ന് പാർട്ടി അംഗങ്ങൾ പരസ്യമായി വിമർശിച്ചു. അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ വില കൊടുക്കേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളും ഇപ്പോൾ BJP കൈയടക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ BJP ഭരിക്കും എന്ന ഭയം CPMനുള്ളിൽ ശക്തമാകുന്നു. അടിയന്തരമായി ചില തിരുത്തലുകൾ നടത്തണമെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുന്നത്. മേയർ ആര്യ രാജേന്ദ്രനെ ഉടൻ മാറ്റണം. ഇക്കാര്യം പാർട്ടിയുടെ മേൽഘടകങ്ങളെ അറിയിക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിലയിരുത്തി. തലസ്ഥാനത്തെ BJP വോട്ട് വർധനയിൽ തികഞ്ഞ ആശങ്കയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ BJP വോട്ട് ഉയർത്തിയത് ആശങ്കാജനകമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ പാർട്ടി വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് ചില അംഗങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പല പാർട്ടി കേന്ദ്രങ്ങളിലും ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായി. ഈഴവ വോട്ട് ബാങ്ക് മാത്രമല്ല ഇക്കുറി പാർട്ടിക്ക് നഷ്ടമായത്. പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങൾ നിലംപൊത്തിയെന്നാണ് ചില നേതാക്കൾ തുറന്നടിച്ചത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നതടക്കം BJP വൻ മുന്നേറ്റമാണ് നടത്തിയത്. സംസ്ഥാനത്ത് 11 നിയമസഭാ മണ്ഡലത്തിൽ BJP 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇതൊക്കെ അതീവ ഗൗരവത്തോടെ കാണണമെന്നാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം. തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP പ്രകടനം കൂടുതൽ ഗൗരവത്തോടെ കാണണം. BJP കേരളത്തിലേക്ക് പടർന്നു കയറാനുള്ള സാധ്യതയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൻ്റെ പേരിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും ശക്തമായി വിമർശിക്കുകയാണ് കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തലുകൾ ഇങ്ങനെ. തോൽവിക്ക് കാരണം മേയർ ഉണ്ടാക്കിയ വിവാദം തന്നെയാണ് തിരുവനന്തപുരത്ത്. ഇങ്ങനെ പോയാൽ കോർപ്പറേഷൻ BJP കളം പിടിക്കും. മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റത്തിനെതിരെയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനങ്ങൾ ഉയർന്നത്. ആര്യയുടെ പെരുമാറ്റ രീതിയിൽ ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചുവെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു. മേയറെ മാറ്റണമെന്ന വികാരം ഇപ്പോൾ CPM ജില്ലാ ഘടകത്തിൽ ശക്തമാണ്. ജില്ലാ കമ്മിറ്റിയിലും ഇത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നു വരുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ ഈ നിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാനുള്ള സാധ്യതകളാണേറെ. ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി പരിശോധിക്കും. ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകാനുള്ള സാധ്യതയാണ് മുന്നിൽ. മേയർക്കെതിരായ നീക്കത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ കിട്ടിയില്ല എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചില അംഗങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഈ പ്രശ്നം ഉയരാതിരിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന നേതാക്കൾ തന്നെ ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് BJP വളർച്ച കൃത്യമായി മനസ്സിലാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എത്രമാത്രം വോട്ടുകൾ ചോർച്ചയുണ്ടായി, ഇതിനെക്കുറിച്ച് ശരിയായ പഠനം നടത്തണമെന്നും അതിന് തിരുത്തൽ നടപടികൾ ആരംഭിക്കണമെന്നും പാർട്ടി വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തീർത്ത് വിലയിരുത്തി. ഈഴവ വോട്ട് ബാങ്കിലും വലിയ ചോർച്ചയാണ് ഇക്കുറി സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ ജനങ്ങളുടേതാണ് എന്ന തോന്നൽ തന്നെ ഇല്ലാതായി എന്ന് സെക്രട്ടേറിയറ്റിൽ ചില അംഗങ്ങൾ പറഞ്ഞു. നഗരസഭ ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ല. റോഡ് പണിയിൽ അടക്കം ജാഗ്രത വേണം എന്ന് CPM ജില്ലാ നേതൃത്വം വിലയിരുത്തി. സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. ഇക്കാര്യത്തിൽ കടകംപള്ളിയെ അനുകൂലിക്കുന്ന നിലപാടാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. മരുമോനെ തള്ളുന്ന നിലപാടും. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ്റെ പേരെടുത്ത് വിമർശിക്കാൻ ശക്തിയുള്ളവർ ആരുമില്ല. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ അതായിരിക്കില്ല സ്ഥിതിവിശേഷം. തലസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ അടക്കം രൂക്ഷമായി വിമർശിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു.
കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയനെ എടുത്തു കുടയുന്ന കാഴ്ച ഒരു വശത്ത്, മറുവശത്ത് കേന്ദ്ര നേതൃത്വം അടിയന്തരമായി കേരളത്തിൽ ചില തിരുത്തലുകൾക്ക് തയ്യാറാകണം എന്ന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കേരളത്തിലുണ്ടായ തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. മുൻകാല തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും നടത്തുന്നില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് അല്പമെങ്കിലും CPMന് വേരോട്ടമുള്ള സംസ്ഥാനം. അവിടെ പോലും വേര് ചെയ്യാൻ തുടങ്ങി എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം പൂർണ്ണമായി നിരാശപ്പെടുത്തുന്നതാണ്. ദേശീയതലത്തിൽ CPM ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചു എന്ന് ചില നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയതല നേതാക്കൾ തള്ളിക്കളഞ്ഞു. ജാതിമത സംഘടനകളുടെ സമീപനമാണ് തോൽവിക്ക് കാരണം എന്ന ചില നേതാക്കളുടെ തിയറിയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വം കേരളത്തിലെ പാർട്ടിയോട് തിരുത്തലുകൾക്ക് വിധേയമാകാൻ കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തിരുത്തൽ ഭരണതലത്തിൽ തന്നെ തുടങ്ങണം എന്ന അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയിൽ പോലും പറയാൻ ആർജവമുള്ള നേതാക്കളില്ല. ഒരു വശത്ത് തലസ്ഥാനത്ത് മേയർക്കെതിരെ വിമർശനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് തുടക്കമിടുന്നു. സംസ്ഥാന തലത്തിൽ CPMനുള്ളിൽ വലിയ തിരുത്തലുകൾ വരുത്തണം എന്ന അഭിപ്രായത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം. അല്ലെങ്കിൽ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മൊത്തമായി കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകുമത്രേ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.